ആ തിരിച്ചടിയെ മനസ്സിലാക്കി ജനങ്ങളെ സേവിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടതിന് പകരം അവരിപ്പോ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു. അവര് പറയുന്നു ബിജെപിയുമായി LDFനും CPI-നും കൂട്ട്. അതിനെ സംബന്ധിച്ച് ഏരിയ സെക്രട്ടറിയെ സംബന്ധിച്ച് വലിയ വാദങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വാദങ്ങൾ പറയുമ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബിജെപിയുമായി എല്ലാ കാലത്തും കൂട്ടുകൂടുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഇവിടെ പൊതുയോഗം നടത്തിയവര്, പൊതുയോഗം നടത്തിയിട്ട് ആ പൊതുയോഗത്തിൽ എന്റെ നാട്ടുകാരനായ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് ഇല്ലേ ആൾവർ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. കാരണം എന്താ, അദ്ദേഹം അത് പ്രസംഗിക്കണം. കാരണം അദ്ദേഹത്തിന് സാധാരണ അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ പല സർവകക്ഷി യോഗങ്ങളൊക്കെ ഞാൻ പങ്കെടുക്കാറുള്ളതാണ്. പക്ഷെ അദ്ദേഹം മൈക്കിന്റെ അടുത്ത് വന്ന് മെല്ലെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കാറ് സംസാരിക്കണം. മൈക്ക് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. നാച്ചികരവും എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളമാക്കി ഈ ആൾവർ അല്ലേ. അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, വ്യക്തിപരമായി ആരെയും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കണമില്ല. പക്ഷെ ഒരു കാര്യം ആൾവരെ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം, ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് വന്ന് ബാലകൃഷ്ണൻ പെരിയ അദ്ദേഹം പിണറായിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിണറായിയെ കുറിച്ച് അദ്ദേഹം വല്ല നിലയിൽ 28 പ്രാവശ്യം അദ്ദേഹം പിണറായിയുടെ പേര് പറഞ്ഞു അല്ലേ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ 28 പ്രാവശ്യമാണ് അദ്ദേഹം പിണറായിയുടെ പേര് പറഞ്ഞത്. പക്ഷേ ഓരോ പ്രാവശ്യമെങ്കിലും അദ്ദേഹം നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞിട്ടില്ല, അമിത്ഷായുടെ പേര് പറഞ്ഞിട്ടില്ല. എന്തേ പറയാത്തത്? സ്നേഹം കൂടുതലായത് കൊണ്ടാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് BJP-യോടൊപ്പം ചേർന്നതിന്റെ കഥ ഞാൻ പറയാം. മുത്തലാഖ് ബിൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചപ്പോ മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി, മുസ്ലിം ചെറുപ്പക്കാരെ ജയിലിലടക്കുന്നതിന് വേണ്ടി ഇവിടെ മുത്തലാഖ് നിയമം ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചപ്പോ കോൺഗ്രസ് നിങ്ങളുടെ നിലപാട് BJP-യോടൊപ്പമായിരുന്നില്ലേ? അന്ന് ഈ ആൾവർ എവിടെ പോയിട്ടുണ്ടായിരുന്നു? ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിയമം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഭേദഗതി ചെയ്തു. വ്യക്തികളെ ഭീകരവാദികളായി പ്രഖ്യാപിക്കാം. സ്റ്റേറ്റ് DGP-യുടെ അനുമതിയില്ലാതെ NIA ഇൻസ്പെക്ടർ വന്നിട്ട് ആളുകളെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലടക്കാനുമുള്ള നിയമഭേദഗതി ഉണ്ടാക്കിയപ്പോ നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു? ആൾവരെ നിങ്ങൾ അന്നും BJP-യോടൊപ്പമായിരുന്നു ഇല്ലേ? നിങ്ങളാണ് ഞങ്ങളെ BJP എന്ന് പറയുന്നത് അല്ലേ? അത് നിങ്ങൾ മടക്കി നിങ്ങളെ പോക്കറ്റിൽ വെച്ചോ. അത് നിങ്ങൾക്ക് ചേരും, ഞങ്ങൾക്ക് ചേരില്ല. തീർന്നില്ല. NIA ഭേദഗതി കൊണ്ടുപോലും നിങ്ങൾ BJP-യോടൊപ്പമായിരുന്നു. മുത്തലാഖ് നിയമം ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി എവിടെയോ ആയിരുന്നു. ഞാൻ കല്യാണത്തിലൊന്നും പറയുന്നില്ല, അദ്ദേഹം എവിടെയോ ആയിരുന്നു അല്ലേ? കുഞ്ഞാലിക്കുട്ടി ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോയോ? നിങ്ങൾ BJP-യുമായി ഒത്തുകളിക്കുകയല്ലേ ചെയ്തത്? ഇന്ത്യയിലെ മതനിരപക്ഷങ്ങളെ വേട്ടയാൻ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് RSS ആസൂത്രിതമായി ശ്രമം നടത്തുമ്പോ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും അതിനെതിരായി ഐതിഹാസികമായ പോരാട്ടം നടത്തിയത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാടാൻ വേണ്ടി സാധിച്ചോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ RSS-ന്റെ പ്രഖ്യാപനം വന്നു. അങ്ങനെ അത് എടുത്തു കളയാനുള്ള നിയമം ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചപ്പോ കോൺഗ്രസ് നിങ്ങളുടെ നിലപാടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രവർത്തക സമിതി യോഗം, അഖിലേന്ത്യാ പ്രവർത്തക സമിതി യോഗം ചേർന്നു അല്ലേ സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ. എന്നിട്ട് ഗുലാം നബി ആസാദ് പറഞ്ഞു ഇതിനെ അനുകൂലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ നേതാവായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ രാജ്യസഭാ നേതാവായിട്ടുള്ള ഭുവനേശ്വർ കലിത ആ വിഷയത്തിൽ രാജിവെച്ച് BJP-യോടൊപ്പം ചേർന്നു. എന്താ? കോൺഗ്രസ് അതിനെ എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എതിർക്കുമെന്നായപ്പോ ഭുവനേശ്വർ കലിത എന്ന് പറയുന്ന രാജ്യസഭയിലെ വിപ്പ്, കോൺഗ്രസിന്റെ നേതാവ് MP, അദ്ദേഹം BJP-യോട് ചേർന്നു. അത് നിങ്ങൾക്കറിയുമോ? എന്റെ ആൾവരെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ബാലകൃഷ്ണ പെരിയും അതൊന്നും മനസ്സിലാക്കണം. എന്നിട്ട് മതി CPI-ന്റെ പേരടി കയറാൻ വരുന്നത്. എന്നിട്ട് മതി നിങ്ങൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത്. അതൊക്കെ വിശദമായി ഇവിടെ മുസ്തഫ പറഞ്ഞതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവസാനം പൗരത്വ ഭേദഗതി നിയമം വന്നു. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ അതിനെതിരായി ഇന്ത്യക്ക് മാതൃകയായി സുപ്രീം കോടതി ചാലഞ്ച് ചെയ്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അതിനെതിരെ നിയമസഭ പ്രമേയം അവതരിപ്പിച്ചത് ആദ്യമായി കേരളത്തിലായിരുന്നു. ഇന്ത്യക്ക് മാതൃകയായി
അതിനെതിരായി ഐതിഹാസികമായ സമരം ഇന്ത്യയുടെ തെരുവീതികളിൽ നടത്തി. ഇത് വർഗീയതയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനായിരുന്നു. അപ്പോഴും നിങ്ങൾ RSSനോടൊപ്പം ഒത്തുകളിക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ആളുകളെ, നിങ്ങളതൊന്ന് മനസ്സിലാക്കണം ബാലകൃഷ്ണ. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ മതി. അതിന്റെ പേക്കിലിരുന്ന് ലീഗ് ഇങ്ങനെ വല്ലാതെ ചിരിക്കുകയാണ്. നിങ്ങൾ കുറെ കാലം ചിരിക്കേണ്ടി വരില്ല. കാരണം കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുകയാണ് BJP. നിങ്ങൾ മനസ്സിലാക്കേണ്ടതോ, ഇങ്ങനെ ഈ നാടിനകത്ത് BJPയോടൊപ്പം ചേർന്നു നിങ്ങൾ എല്ലാ കാലത്തും പ്രവർത്തിച്ചു. ഈ ഗവൺമെന്റ് വലിയ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുമ്പോ ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നിങ്ങൾ നടത്തി. എന്നിട്ട് ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായി. ജനവിധി ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇനി പരാജയപ്പെടുത്താനാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നി. അങ്ങനെ തോന്നിയപ്പോഴാണ് നിങ്ങൾ കൊലപാതകങ്ങൾ നടത്താൻ തുടങ്ങിയത്. ഇല്ലേ? കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് എന്താ? കതർധാരികളായ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ ഇല്ലേ? പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ശരീഅത്തും എല്ലാം അനുസരിച്ച് ജീവിക്കുന്നവരാണ് ലീഗ് എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ലീഗേ, നിങ്ങൾ 130 ദിവസത്തിനുള്ളിൽ 6 ഇടതുപക്ഷ പ്രവർത്തകരെയാണ് കൊലപ്പെടുത്തിയത്. അതിൽ RSS ഉണ്ടോ, അതിൽ കോൺഗ്രസ് ഉണ്ടോ, അതിൽ ലീഗ് ഉണ്ടോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആഗസ്റ്റ് മാസം 16-ാം തീയതി ആലപ്പുഴയിലെ സഖാവ് സിയാദിനെ കൊന്നത് കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘമായിരുന്നു. നിങ്ങൾ എന്റെ പ്രിയമുള്ളവരെ, ഏതെങ്കിലും കോൺഗ്രസിന്റെ അനുഭാവി എന്റെ പ്രസംഗം ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ, ഏതെങ്കിലും ലീഗിന്റെ അനുഭാവി എന്റെ പ്രസംഗം ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ സിയാദിനെ കൊലപ്പെടുത്താൻ വേണ്ടി പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ മർദ്ദിച്ചോ, അദ്ദേഹത്തെ കൊല്ലുമെന്നായപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ 2 കുട്ടികളുണ്ട്, പറക്കമറ്റാത്ത കുട്ടികൾ, എന്നെ കൊലപ്പെടുത്തരുത് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ മനുഷ്യൻ. എന്നിട്ടും നിങ്ങൾ അടങ്ങിയില്ല. നിങ്ങൾ ആ മനുഷ്യന്റെ കത്തികൊണ്ടാകുത്തി നിങ്ങൾ കൊലപ്പെടുത്തി. നിങ്ങളാണ് കോൺഗ്രസോ? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു കോൺഗ്രസ്? 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് വീട്ടിൽ, എന്നെ കൊലപ്പെടുത്തരുത്, എന്റെ കൈ കാണെങ്കിൽ വെട്ടിക്കോ, എന്റെ കാല് വേണമെങ്കിൽ അടിച്ചു പൊട്ടിച്ചോ, എന്റെ ജീവൻ എടുക്കരുത് എന്ന് കേണപേക്ഷിച്ചിട്ടും കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്ക് സാധിച്ചില്ല കോൺഗ്രസ്. നിങ്ങളാണ് ഭാസ്കര കുമ്പളയെ കുറിച്ച് പറയുന്നത്, നിങ്ങളാണ് മുരളീധരനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് മാപ്പ് തരില്ല ഈ നാട്. തീർന്നില്ല. ആഗസ്റ്റ് 16 കഴിഞ്ഞു. തിരുവോണത്തലേന്ന് ഇതേ കതർധാരികൾ തിരുവനന്തപുരത്ത് വന്നു. 2 ചെറുപ്പക്കാരെ പച്ചക്കറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന മിഥുരാജിനെയും മത്സ്യക്കച്ചവടം നടത്തി തന്റെ കുടുംബത്തെ പോറ്റുന്ന അക്ക് മുഹമ്മദിനെയും കൊലപ്പെടുത്തിയത് കോൺഗ്രസ് നിങ്ങളാണ്. നിങ്ങൾക്ക് മറക്കാനാകുമോ 2 ചെറുപ്പക്കാരെ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അക്ക് മുഹമ്മദിന്റെ ഭാര്യ 6 മാസത്തെ ഗർഭിണിയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കാണാൻ, എന്റെ കുട്ടിയെ ഒന്ന് കാണാൻ എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാത്ത മനുഷ്യത്വം ആരംഭിച്ചതല്ലേ കോൺഗ്രസ്? നിങ്ങൾ ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞില്ലേ? നിങ്ങളാണ് ഭാസ്കര കുമ്പളയെ കുറിച്ച് പറയുന്നത്? നിങ്ങളാണോ മുരളീധരനെ കുറിച്ച് പറയുന്നത്? അക്ക് മുഹമ്മദിനെയും കൊലപ്പെടുത്തി. 2 കുടുംബങ്ങൾക്കും ഏകാത്താണിയായി എന്ന 2 ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരെ നിങ്ങൾ കൊലപ്പെടുത്തി. നിങ്ങൾക്ക് ഈ നാട് മാപ്പ് തരില്ല. ഒക്ടോബർ 4 വീണ്ടും CPIM-ന്റെ പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സനൂപിനെ RSSന്റെ ക്രിമിനൽ സംഘം കൊലപ്പെടുത്തുന്നു. എന്നിട്ട് ഇലക്ഷന്റെ തലേ ദിവസം നിങ്ങൾ മനസ്സിലാക്കണം, കൊല്ലത്ത് CPIM-ന്റെ പ്രവർത്തകൻ മണിലാലിനെയും കൊലപ്പെടുത്തുന്നു. RSSകാരാണ് കൊലയാളികൾ. നിങ്ങൾ മനസ്സിലാക്കണം, LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ അടുത്ത് നിൽക്കുകയായിരുന്ന മണിലാലിനെ RSSന്റെ മനുഷ്യത്വം മരവിച്ച പ്രതിശാസ്ത്രം തലക്കൊടിച്ച മരാമന്മാർ ഇന്ത്യയായി കൊലപ്പെടുത്തി. നിങ്ങൾ RSSും കോൺഗ്രസും ചേർന്നാണ് ഈ നാടിനെ CPIM-ന്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ RSSനോട് സന്ധി ചെയ്യാൻ CPIM-നാവില്ല. സഖാവ് ഭാസ്കര കുമ്പളയുടെ ചുരുചോര കൊണ്ട് നിണമണിഞ്ഞ രണഭൂമിയായ ഈ കുമ്പളയുടെ മണ്ണിൽ RSSനെതിരായി അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം അതാണ് CPIM. നിങ്ങൾ RSSനോട് സന്ധി ചെയ്യുന്ന പ്രസ്ഥാനം. എന്നിട്ട് ഞങ്ങളുടെ പരിധിക്കങ്ങ് കയറിയാണ് അല്ലേ? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ രീതി അറിയാത്തവർ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം അല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതോ, അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയമുള്ളവരെ, ഗർഭിണിയായ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പണമില്ലാത്തതിന്റെ പേരിൽ എന്റെ സുഹൃത്തിനോട് കടം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ആലമ്പാടി ഉസ്താദിന്റെ പേരമകൻ ഔഫത്തുർ റഹ്മാനെ നിങ്ങൾ ഒറ്റ കുത്തിനെ കൊലപ്പെടുത്തി പ്രതികൾ ലീഗാണ്. ലീഗെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു?
ആ ചെറുപ്പക്കാരൻ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? ഔഫത്തുർ റഹ്മാനെ നിങ്ങൾ കൊലപ്പെടുത്തി, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഭാസ്കര കുമ്പളയെയും മുരളിയെയും കുറിച്ച് നിങ്ങൾ പറയുന്നു. ഔഫത്തുർ റഹ്മാനെ കൊലപ്പെടുത്തിയത് തിരുവണ്ടിയാണ്. കാഞ്ഞങ്ങാട് 35-ാം നഗരസഭയിലെ 35-ാം വാർഡ് കൊടിയമ്മ പോലെ ഒകരാല് പോലെ കാലമിത്രയും ലീഗ് ജയിച്ചിരുന്ന വാർഡാണ്. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോ ഹാലിളകി. ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി. നിങ്ങൾ കൊലപാതകം നടത്തിയിട്ടില്ല ലീഗേ. കുണ്ടൂരിലെ ഉസ്താദിന്റെ മകനെ നിങ്ങൾ പരിശുദ്ധമായ റമസാനിന്റെ 27-ാം രാവിൽ കൊലപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, കൊലപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ ഇരുമ്പ് കണ്ട അദ്ദേഹത്തിന്റെ തലയിലേക്ക് അടിച്ചു കയറ്റിയിട്ട് അതിൽ പച്ചക്കൊടി കെട്ടിയവരാണ് നിങ്ങളാണോ ഭാസ്കര കുമ്പളയെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ RSSനോട് സന്ധി ചെയ്തവരാണ്. ഇവിടെ പുത്തികെ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ അങ്ങനെ വലിയ നിലയിലുള്ള ഇടപെടലുകൾ നടത്തിയ നിങ്ങൾ, ആ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ നാടിനെ അപകടപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയ നിങ്ങൾക്കെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ നാട് നൽകിയത്. ആ ജനവിധി അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്റെ പ്രിയമുള്ളവരെ. അതിനു പകരം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് എന്താ? നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ മഞ്ജുനാഥ് ആൾവ ഇവിടെ വന്നിട്ട് വലിയ സൗണ്ടിൽ നാച്ചികറു എന്ന് പറയുമ്പോ എനിക്കൊരു സന്തോഷമായി. കാരണം എന്താ? BJPക്കെതിരായിട്ടുള്ള ബന്ധത്തിലാണല്ലോ ഈ ആൾവർ ഇങ്ങനെ പറയുന്നത്. ആൾവർക്ക് കുറച്ചൊക്കെ ബുദ്ധി വന്നോ? ഇപ്പൊ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ മൈക്ക് വെച്ച് കുറച്ച് ആളൊക്കെ കൂട്ടിയിട്ട് വലിയ പ്രസംഗമാണ്. UDF ബാലകൃഷ്ണൻ പെരിയ ഉദ്ഘാടനം ചെയ്യുന്നു അല്ലേ? അതേപോലെ ഇവിടെ ഒരു തൊപ്പി വെച്ച മുസ്ലിങ്ങളുടെ വേഷവിധാനാണ് തൊപ്പി. തൊപ്പി എന്ന് പറയുന്നത് ധരിക്കുന്നത് സുന്നത്തിനാണ്. അത് ധരിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടൂല. കാരണം ധരിച്ചാൽ കൂലി കിട്ടും. അതാണ് സുന്നത്തിന്റെ ഒരു രീതി. ആ സുന്നത്ത് ധരിച്ചിട്ട് ഇവിടെ ഒരുത്തം വന്നു. ഞാൻ വിചാരിച്ച് ഇവൻ വലിയ പണ്ഡിതനാണ്. അവസാനം ഇവന്റെ പ്രസംഗം കേട്ടപ്പോഴാ തോന്നിയത് ഇവൻ ആളൊരു അലമ്പനാണ് എന്ന് മനസ്സിലായതപ്പോഴാ. ഞാൻ എന്നിട്ട് ആളുകളോട് അന്വേഷിച്ചു ഇയാൾ ആരാന്ന് അന്വേഷിച്ചപ്പോ എനിക്ക് ലേറ്റസ്റ്റ് പത്രത്തിന്റെ കുറെ കട്ടിങ്സുകൾ അയച്ചു തന്നു. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. എന്റെ സംസ്കാരത്തിന് യോജിക്കുന്നില്ല. അല്ലേ? ബഷീർ പള്ളിക്കൊത്തുന്ന അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പറയാം. വലിയ പ്രാസംഗികനാണ്. ഇങ്ങനെ നാണ് മുസ്ലിം നേരത്തെ പറഞ്ഞില്ലേ, ആ സ്വഭാവമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തുമാവട്ടെ എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഇവിടെ പറഞ്ഞ മഞ്ജുനാഥ് ആൾവ അദ്ദേഹം ചോദിക്കുന്നു, ചാനൽ ചർച്ചകളിലൊക്കെ വലിയ ഫൈറ്റാണ് CPM-ഉം BJP-യും. നാടകമാണോ? അദ്ദേഹത്തിനൊരു സംശയം. അദ്ദേഹത്തിന്റെ സംശയമൊക്കെ നമുക്ക് തീർത്തു കൊടുക്കാം. നാടകമല്ല ആൾവറെ, നാടകമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാസ്കര കുമ്പള നല്ല ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഭാസ്കര കുമ്പള നല്ല ചെറുപ്പക്കാരനായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചതിന് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ ഭാസ്കര കുമ്പള കൊല ചെയ്യപ്പെട്ടപ്പോ നിങ്ങൾ ഭാസ്കര കുമ്പളക്കെതിരായി പറഞ്ഞിട്ടുള്ള അപവാദങ്ങള് ഞങ്ങളുടെ ചെവികളിൽ ഇപ്പോഴുമുണ്ട്. നിങ്ങളത് മാറ്റി പറഞ്ഞതിൽ സന്തോഷം. ഭാസ്കര കുമ്പളയെ നിങ്ങളുടെ പ്രകടനത്തിൽ മുദ്രാവാക്യമാക്കി നിങ്ങൾ കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. പക്ഷേ അത് 4 സീറ്റിനും 4 വോട്ടിനും വേണ്ടിയാകരുത് എന്ന അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അങ്ങനെയൊക്കെ ഇവിടെ ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും കുമ്പളക്കാരാണ്. കുമ്പളക്കാരായിട്ടല്ലാത്ത ആരെങ്കിലും ഈ പരിപാടിയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ പുത്തിക പഞ്ചായത്തിലെ അല്ലെങ്കിൽ മതിയെടുക്കയിലെ അല്ലെങ്കിൽ എണ്ണുമകയിലെ ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ പൊതുയോഗം കഴിഞ്ഞ് നേരെ കുറച്ച് 4 ചവിട്ട് അങ്ങോട്ട് നടന്നാൽ കുമ്പള സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും കുമ്പള പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായ ബന്ധം എന്ന് നിങ്ങൾ ചോദിക്കും. വസ്തുതാപരമായി തന്നെ ഞങ്ങൾ മറുപടി പറയും. ഞങ്ങള് വസ്തുതയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആനുപാതികമായി കിട്ടേണ്ടതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആനുപാതികമായി കിട്ടേണ്ടതാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ ശ്രീ കുങ്കോദിന്റെ ചെയർമാനായി ഞങ്ങളവിടെ വിജയിച്ചു. നിങ്ങൾ കള്ളപ്രചരണം നാട്ടിൽ നടത്തി. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുമ്പള സർവീസ് സഹകരണ ബാങ്കിൽ ആളുകളെ 2.5 വർഷം നിങ്ങൾ പ്രസിഡന്റായിരുന്നിട്ടില്ലേ ആളുകളെ? 2.5 വർഷം കഴിഞ്ഞപ്പോ പ്രസിഡന്റ് ആയത് ആരാണ് ആളുകളെ? നിങ്ങൾക്കറിയോ, ഒരു ആൾവർ തന്നെയാണ് ശങ്കര ആൾവ. ശങ്കര ആൾവാരാണ് കുമ്പളക്കാർക്കറിയാം. ശങ്കര ആൾവ BJPയുടെ ഇവിടുത്തെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, കമ്മിറ്റിയുടെ. അദ്ദേഹം 2.5 വർഷം ഇരുന്നു. 2.5 വർഷം ഇരുന്നപ്പോ വിനീത വിധേയനായി രാജിവെച്ചു കൊടുത്ത് ശങ്കരയാൾവക്ക് കൊടുത്തപ്പോ ശങ്കരയാൾവ BJPയുടെ മെമ്പർഷിപ്പ് സ്ഥാനം രാജിവെച്ചിട്ടാണോ എന്റെ മഞ്ജുനാഥ് ആൾവറെ അവിടെ നിങ്ങൾ പ്രസിഡന്റ് ആയിരുന്നത്?
നാടൻ നാൾ പറയും. ഇതൊക്കെ ആളുകൾക്ക് അറിയാം. ഇത് പഴയ കാലമല്ല. മൈക്ക് വെച്ച് പ്രസംഗിച്ച് അതേപോലെ വെള്ളം തൊടാതെ വിഴുങ്ങി ആളുകൾ വിശ്വസിച്ചു പോകുന്ന കാലമല്ല. ഇത് നവമാധ്യമത്തിന്റെ കാലമാണ്. എന്റെ ആൾ പറയെ നിങ്ങൾ വിശ്വസിക്കണം, ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ആരായിരുന്നു എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? ഞാൻ പറയാം, നിങ്ങൾക്കറിയില്ലെങ്കിൽ രാമ കാർലെ എന്ന് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. രാമ ആരാ? ബിജെപിക്കാരനാണോ? കോൺഗ്രസ്സുകാരനാണ്. ഇയാളുടെ കൂടെ ഉണ്ടായതാ. പിന്നെ തിമ്മപ്പ കുമ്പള കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. എപ്പോ കഴിഞ്ഞ 2.5 വർഷം ഓതി വെച്ചെടുത്തില്ലേ? എന്തിനാ? പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലെയല്ല. ഇവിടെ ബാങ്ക് തെരഞ്ഞെടുപ്പേ നിങ്ങളല്ലേ ഓതി വെച്ചെടുത്തത്. മറുപടി പറയുന്ന ആൾ പറയേ, മാനവും മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറ. നിങ്ങൾ മറുപടി പറയണം. അങ്ങനെ അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ അന്നുണ്ടായിരുന്നത് ഈ മഞ്ജുനാഥ് താൾവർ, പിന്നെ നമ്മുടെ മരിച്ചുപോയ ഇല്ലേ ബഹുമാന്യനായ അനന്ത പൈ, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ ഞാൻ മരിച്ചുപോയവരെ അല്ലെങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം കോൺഗ്രസിലായി പോയി എന്നുള്ളൊരു കുറ്റമുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരൊന്നിച്ച് 2.5 വർഷം ഭരിച്ചപ്പോ ലീഗുകാരെ നിങ്ങൾ എന്തേ പൊതുയോഗം നടത്താത്തത്? നിങ്ങൾ എന്തേ വീടുകളിൽ കയറാത്തത്? നിങ്ങൾ എന്തേ ആക്രോശിക്കാത്തത്? നിങ്ങൾക്ക് എന്തേ സൗണ്ട് വരാത്തത്? നിങ്ങൾ എന്തേ മൈക്ക് വെക്കാത്തത്? പറയണല്ലേ? യൂസഫ് ഉൾവാർ പറയണം, അഷ്റഫ് കൊടിയമ്മ പറയണം, അഡ്വക്കേറ്റ് സക്കീർ പറയണം, അല്ലേ? എന്നിട്ടത് പഴയ കഥയല്ലേ എന്ന് നിങ്ങൾ പറയണ്ട. പുതിയ കഥ ഞാൻ പറയാം. പുതിയ കഥ പറയാം. ലീഗുകാരെങ്കിലും കേൾക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കേട്ടോളൂ. പുതിയ കഥയുണ്ട് പറയാൻ, അല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാച്ചികരോ മാർഗിസ്റ്ററോ എന്ന് വിളിച്ച ഈ മഞ്ജുനാഥ് താൾവറോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് അറിയാഞ്ഞിട്ടല്ല, എന്നാൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി ഒന്ന് റീമൈൻഡ് ചെയ്ത് കൊടുത്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇപ്പോഴും ആരാണ് ബാങ്കിന്റെ പ്രസിഡന്റ്? നമ്മുടെയൊക്കെ സുഹൃത്തും ബഹുമാന്യനായ നമ്മുടെ വക്കീലാണ്. നമ്മുടെ കാമത്ത്, അല്ലേ? സദാനന്ദ കാമത്ത് എന്ന് പറയുന്ന വക്കീലാണ്. ഇതിനെ കുറിച്ചൊന്നും ആക്ഷേപം നമ്മൾ പറയുന്നില്ല. നമ്മൾ ഒരാളെ കുറിച്ചും ആക്ഷേപം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങൾ ഇത് പറയിപ്പിച്ചതാണ്. ഞാൻ ഇതൊക്കെ പറയണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം എന്താ, ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ച, പക്ഷെ നിങ്ങൾ പറയിപ്പിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ നാട്ടിൽ നടക്കാൻ കഴിയാത്ത. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. ഇത് ഇത്രയും ഇപ്പൊ പറയുന്നുള്ളൂ. നാളെ നിങ്ങൾ മൈക്കിട്ട് ബാക്കി ഞാൻ പിന്നീട് പറയാം, അല്ലേ? അതുകൊണ്ട് കോൺഗ്രസ് വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. നാറിപ്പോകും. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും കുമ്പളാട്ടോടെ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ആ ഭരണസമിതിയിൽ ആരൊക്കെ ഉണ്ട്? ആരാ? സദാനന്ദ കാമത്ത് ബിജെപിയുടെ സമാരാധ്യനായ നേതാവ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡയറക്ടർമാരുടെ പേര് കേട്ടോ നിങ്ങൾ? പേര് കേൾക്ക്. രവി പൂജാരി. ആരാ? കോട്ടക്കാറിലെ കോൺഗ്രസിന്റെ നേതാവ്. കോട്ടയക്കാരല്ല, കുറ്റിയാളത്തെ മുളിയെടുക്കാൻ ഭാഗത്ത് നമ്മുടെ ഈ സുജാട് ചോദിച്ചാൽ അറിയാം. ഈ രവി പൂജാരി ആരാണെന്ന് ചോദിച്ചാൽ അറിയാം. രവി പൂജാരി ആ ഭരണസമിതിയിലുണ്ടോ? അഡ്വക്കേറ്റ് ശിവരാമ ആൾവ കാരിഞ്ചേ, അല്ലേ? അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ്, അല്ലേ? അപ്പൊ ബിജെപിയുടെ കൂടെ 4 ലോൺ കൊടുക്കുന്ന സൊസൈറ്റിയിലും ബാങ്കിലും ഇരിക്കുന്നതിന് ഇവർക്ക് ഒരു പ്രശ്നവുമില്ല, അല്ലേ? സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ആനുപാതികമായി കിട്ടിയ ബിജെപി. അപ്പൊ ഭാസ്കര കുമ്പള എന്തൊരു കുഴപ്പം! ഇമാതിരി നാറിയ പണിയെടുക്കുമ്പോ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരാണിവര്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരൊക്കെ ഇവിടത്തെ കോൺഗ്രസിന്റെ, അതുപോലെ തന്നെ ഇവരൊക്കെ ആരാന്നറിയോ? നമ്മുടെ ബഹുമാന്യനായ സുബ്ബയ്യറയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുപ്പക്കാരാ ഇവരൊക്കെ. ഞാൻ പേര് വിളിച്ച ആളുകളൊക്കെ അവരൊക്കെ ഇപ്പൊ ബിജെപിയുടെ കൂടെ അവിടെ നല്ല സൗഹൃദപരമായി ബാങ്കിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം. പക്ഷേ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ തിരിച്ചു പറയും. അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയും അതുപോലെ തന്നെ നല്ല നല്ല തൊലിക്കട്ടി ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് നടത്താനുള്ള. തീർന്നോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6ാം വാർഡിലെ മെമ്പറാണ് നമ്മുടെ യൂസഫ് ഉൾവാർ. യൂസഫ് ഉൾവാറിനോട് നിങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ പറയുന്നത് എന്തിനാണെന്നറിയോ? ലീഗുകാരുടെ കയ്യിൽ നിന്ന് അടിക്കാതിരിക്കാൻ സക്കീർ പച്ചക്കള്ളം പറയാം. ഞാൻ വിചാരിച്ചു സക്കീർ ഒരു വക്കീലാണ്, ഒരു വിവരം ഉണ്ടാവുന്നു. മത്സരമില്ലാതെ ഒഴിവാക്കുന്നതിന് ആവശ്യമായ സഹായം നമുക്ക് ഇടമില്ല. റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ സക്കീർ ഇതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോയ വഴി ഉണ്ടാകില്ലായിരുന്നു, ഇല്ലേ? ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ. ഞാൻ അത്തരം ഒരു മോശം പരിപാടി എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. സക്കീർ വിളിച്ചെന്നോട് പറയാൻ പറ്റില്ല, ഇതൊന്നും പറ്റില്ല. കാരണം പറഞ്ഞതല്ലോ, ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ 10:30 മണിക്ക് ഞാൻ ഓഫീസിലെത്തുമ്പോൾ തുരുതുരാ
ആര് വിളിക്കുന്നു? അഷ്റഫ്. ഒന്ന് അതിലേക്ക് കൊടുക്കണം, ഒന്ന് ഇതിലേക്ക് കൊടുക്കണം, ഒന്ന് അപ്പുറത്തേക്ക് കൊടുക്ക്, നീ ഒന്ന് പറ. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ മലയാളത്തിലല്ലേ ഇതിനോട് പറഞ്ഞത്, ഇത് ഇരുന്ന് സംസാരിച്ച് തീർക്കണമെന്ന്. നീ ഇപ്പൊ വന്ന് അതിലേക്ക് കൊടു, ഇതിലേക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ നിന്റെ പാർട്ടിയല്ലോ എന്റെ പാർട്ടി. അത് പാർട്ടി തീരുമാനിച്ചിട്ടാ ചെയ്യുന്നത്, സുബൈറിന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു. അവിടെ മത്സരിച്ച് ജയിച്ച ഉടനെ ഹാലിളകി ഇവരെല്ലാം തോറ്റു. കാരണം ഇവർക്ക് എന്താ പ്രശ്നം എന്ന് ഞാൻ പറയാം, അതിന്റെ യഥാർത്ഥ പ്രശ്നം ഞാൻ പിന്നീട് പറയാം. അങ്ങനെ അവര് തോറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളൊരു വീട്ടിൽ ഒരു 50 വർഷമായി ജീവിക്കുന്നു, ആ വീട് ഒരു ദിവസം രാത്രി വന്ന് പോലീസ് പറയുന്നു ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തും. അതുപോലെയാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താത്തത് ഭാഗ്യം അല്ലേ? യൂസഫ് അൽവാറിന്റെ മാനസികതയിലെ തെറ്റി അല്ലേ? എത്ര വർഷമായി ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ചെയറിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു. അവിടെ ഒരു ചേംബറുണ്ട്, 4 ചേംബർ. ആ ചേംബറിൽ ഇരുന്ന് യൂസഫ് അൽവാർ ഒറ്റ തിരിഞ്ഞപ്പോ ഇങ്ങനെ തിരിഞ്ഞ ആ സുരാജ് പഞ്ഞാറമൂട് വരുന്ന പോലെ ഇപ്പുറത്തേക്ക് വന്നിട്ട് മേശയിലേക്ക് ഒരു അടി അടിച്ചിട്ട് അവിടെ കച്ചവടം ഉറപ്പിക്കലായിരുന്നു പണി അല്ലേ? യൂസഫ് അൽവാറെ ഇനി അവിടെ മരമുണ്ട്, നമ്മുടെ KC മോഹനന്റെ കടയുടെ തൊട്ടടുത്തൊരു മരമുണ്ടല്ലോ, ആ മരത്തിന്റെ അടിയിൽ നിന്ന് കച്ചവടം ഉറപ്പിച്ചാൽ മതി. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആ നമ്മുടെ കൊക്കു ഇരുന്ന് അവിടെ ഭരണം നടത്തും. അതുകൊണ്ട് അതിന്റെ വിഭ്രാന്തി ഞങ്ങളോട് കാണിക്കരുത് കേട്ടോ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ വന്നപ്പോ BJP-യുമായിട്ടുള്ള കച്ചവടം ഞാൻ പറയാം. എന്താണെന്നറിയോ? നിങ്ങൾ ഈ 6-ാം വാർഡിൽ 2015 UDF-ന്റെ വോട്ട് 401,000. 2020 അത് 429 വർദ്ധിച്ചിട്ടുള്ളൂ. ആനുപാതികമായ വർധനവുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LDF-ന് 401 അത് 429 അവിടെ LDF-ന് സ്വാധീനമില്ലാത്തൊരു മേഖലയാണ്, എന്നാലും വോട്ട് വർദ്ധിച്ചു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ UDF-ന് 500 വോട്ടാണ്. 500 വോട്ടൊന്നുമില്ല അവിടെ കിട്ടേണ്ടത് 2015. അവിടെ ഈ യൂസഫ് അൽവാറിന്റെ ഇതേ പരിപാടി കൊണ്ടാണ് കുറഞ്ഞത്. അപ്പോൾ അവിടെ ഇപ്പോ 624 വോട്ട് കിട്ടി. പക്ഷേ BJP-ക്ക് കിട്ടിയത് 2015 191 വോട്ട്. 2020 ആകുമ്പോ അത് എത്രയാണ് വർദ്ധിച്ചത്? 7 വോട്ട്. BJP-ക്ക് അവിടെ ആരുമില്ല. 7 വോട്ടാണോ? BJP-യുടെ വോട്ട് വാങ്ങിയിട്ടാ യൂസഫ് അൽവാർ ജയിച്ചത്. ഇത് കണക്കുകൾ വെച്ചിട്ടാ പറയുന്നത്. എന്നിട്ടാണ് ഇവൻ BJP-യെ കുറിച്ച് പറയുന്നത്. BJP-യുടെ വോട്ട് വില കൊടുത്ത് വാങ്ങിയിട്ട് ഈ പഞ്ചായത്തിലേക്ക് വന്ന അവിടെ റബ്ബർ സ്റ്റാമ്പാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കാൻ നിങ്ങൾ ഇടപെട്ടപ്പോൾ അത് പരാജയപ്പെട്ടതിന്റെ വിഭ്രാന്തി ഞങ്ങളോട് കാണിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ 7-ാം വാർഡ് കളത്തൂരിൽ BJP ജയിച്ചു. ആരാ ഉത്തരവാദി? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 17 വോട്ടിനാണ് അവിടെ BJP ജയിച്ചത്. പക്ഷെ അവിടെ കോൺഗ്രസിനും UDF-നും വലിയ ഇത്രയും BJP-യോട് വിരോധമുള്ള, BJP ഇത്രയും ഭയപ്പെടുന്ന, BJP വരാൻ പാടില്ല എന്ന് പറയുന്നവർ, നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി BJP-യെ ജയിപ്പിക്കുകയായിരുന്നില്ലേ? 154 വോട്ട് നിങ്ങൾ പിടിച്ചില്ലേ? നിങ്ങൾ അവിടെ BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി BJP-യുടെ അച്ചാരം വാങ്ങിയതാണ് എന്ന് ജനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാനാകുമോ? നിങ്ങളാണ് BJP-യുമായി കളിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കൊടിയമ്മയിൽ ഞങ്ങൾക്ക് 279 വോട്ട് 2015 ഉണ്ടായിട്ടുള്ളൂ. അത് 539 ആയി അല്ലേ? കാലം ഇത്രയും ലീഗിന് ചെയ്തവരാണ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. മൊഗ്രാലി 200 വോട്ടേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ 2015. അത് 738 വർദ്ധിച്ചു. ഉജ്ജ്വലമായ വിജയമാണ് റിയാസ് കരസ്ഥമാക്കിയത്. ലീഗിന്റെ പൊന്നാമര കോട്ട തകർത്തുകൊണ്ടാണ് അവിടെ റിയാസ് ഉജ്ജ്വലമായ വിജയം നേടിയത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൊറുവാട് സഖാവ് കൊക്കു, അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ BJP-യുടെ കരുത്തനായ സ്ഥാനാർത്ഥി നിർത്തി. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഒരു കരുത്തില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പൊ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയായി മുരളി യാദവിനെ അവിടെ നിർത്തിയിട്ട് മുരളി യാദവ് വീട്ടിൽ പോയിട്ട് പറയാണ്, ഞാൻ എന്തായാലും ജയിക്കൂല, നിങ്ങൾ കൊക്കൂന് വോട്ട് കൊടുക്കരുത്, നിങ്ങൾ ലീഗിന് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു മുരളി യാദവ്. നിങ്ങൾ ആരുമായിട്ടാണ് കച്ചവടം? ഇതൊക്കെ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. മുരളി ഇവിടെ കൊക്കുണ്ടല്ലോ, ആ നാട്ടിലെ ജനങ്ങളുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. അവിടെ വീടുകൾ പോയിട്ട് പറയാണ്, ആ മുരളി യാദവ് നിങ്ങൾ ലീഗിന് വോട്ട് ചെയ്യണം, കൊക്കുവിനെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞത് BJP-യുടെ സ്ഥാനാർത്ഥിയാ. BJP-യുടെ സ്ഥാനാർത്ഥി അവിടെ പരസ്യമായി ലീഗിന് വോട്ട് പിടിച്ചിട്ടും അവിടെ കൊക്കു ഉജ്ജ്വലമായ വിജയം നേടി. നിങ്ങൾക്ക് വല്ലാതെ വിരളി മുത്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് നിങ്ങളായിരുന്നു BJP-യുമായി ടൈപ്പ് ഉണ്ടായതോ. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, 5-ാം വാർഡ് ഊജാറ് നമ്മുടെ നാടാണല്ലോ. അവിടെ മനസ്സിലാക്കേണ്ടത് UDF-ന് 562 ഉണ്ടായിരുന്നു 2015 ഉണ്ടായത്. 562, 419 വോട്ടേ 2020 കിട്ടിയുള്ളൂ. 143 വോട്ട് കുറഞ്ഞു. BJP-ക്ക് 118 വോട്ട് കൂടി. എവിടുന്നാ പോയത്? കണക്ക് പരിശോധിച്ചാൽ അറിയും. നിങ്ങളാണ് BJP-യുമായി കൂട്ടുകൂടിയത്. നിങ്ങൾ മനസ്സിലാക്കണം. 12-ാം വാർഡ് കോട്ടേക്കാട് UDF-ന് 2015 സ്ഥാനാർത്ഥിയെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ LDF ജയിച്ചത് 30 പരം വോട്ടിനാണ്. പക്ഷെ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി നിങ്ങൾ 34 വോട്ട് പിടിച്ച അവിടെയും LDF-നെ പരാജയപ്പെടുത്തി. നിങ്ങളാണ് BJP അവിടെ സഹായിച്ചത് അല്ലേ? ഇതൊക്കെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സൈറ്റ് നോക്കിയാൽ കാണാം. ഞാൻ കളവ് പറയല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ബത്തേരിയിൽ നിങ്ങൾ നോക്ക്. ബത്തേരി വാർഡ് അല്ലേ, 22-ാം വാർഡ്. ആ 22-ാം വാർഡിൽ 2015 354 വോട്ടായിരുന്നു UDF-ന്. പക്ഷെ 2020 ആകുമ്പോഴേക്കും അത് 192 പിറകോട്ട് പോയി. എവിടെ പോയി വോട്ട്? BJP-ക്ക് അവിടെ ആ വോട്ടുകൾ മറിച്ചു കൊടുത്തു അല്ലേ? അതാണ് നിങ്ങൾ. എന്നിട്ട് ഞങ്ങളെ പറയാണ് അല്ലേ, ഞങ്ങൾ ജയിച്ചിടത്തെല്ലാം BJP-യുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ കൊടിയമ്മയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് BJP-യുടെ സ്ഥാനാർത്ഥിയെ വെച്ചില്ലേ? അവിടെ ഒരു കാലത്തും BJP സ്ഥാനാർത്ഥി മത്സരിക്കാത്ത സ്ഥലമാണ് മുഗ്രാല് പോലെ. അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്ന ശ്രമം നടത്തിയില്ലേ? പക്ഷെ ഞങ്ങൾ ജയിച്ചു വന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് എല്ലായിടത്തും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തിയൊന്നുമല്ല UDF. നിങ്ങൾ ഇങ്ങനെ നെഗളിച്ച് നടക്കണ്ട. നിങ്ങൾക്കും BJP-യോട് കൂടിയാ പറയുന്നത്. BJP ഞങ്ങൾക്ക് 9 സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളും നെഗളിക്കണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സാങ്കേതികമായി ഞങ്ങൾക്ക് 3 സീറ്റ് കിട്ടിയത് നിങ്ങൾ പല വാർഡുകളിലും ഉണ്ടാക്കിയ അവിഹിതമായ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LDF-ന് 8663 വോട്ടാണ് പഞ്ചായത്തിലേക്ക് ലഭിച്ചത്. 8663. UDF-ന് ലഭിച്ചത് 9500 എന്ന് പറഞ്ഞാൽ 837 വോട്ടേ ലീഗ് നിങ്ങൾക്ക് ഞങ്ങളെക്കാളും കൂടുതലുള്ളൂ അല്ലേ? അതിലൊരു 400 എണ്ണം ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ 2-ാം സ്ഥാനത്തായി, ഞങ്ങൾ 1-ാം സ്ഥാനത്താവും അല്ലേ? അതുകൊണ്ട് വലിയ നെഗളിപ്പൊന്നും വേണ്ട. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ BJP-ക്ക് ലഭിച്ച എത്ര? UDF-ന് ലഭിച്ച 9500. BJP-ക്ക് ലഭിച്ചതോ 9 സീറ്റിന്റെ അഹങ്കാരം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ജനകീയ പിന്തുണയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 7472 വോട്ട് മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഞങ്ങളെക്കാളും 1191 വോട്ടിന് പിറകിലാണ്. BJP പിറകിലാണ്. 1191 വോട്ടിന് BJP LDF-നെക്കാളും പിറകിലാണ്. മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വിജയമുണ്ടായി എന്നൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ വിജയം ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ നിലയിൽ നമ്മൾ വലിയ വിജയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വിഷയം കൂടി പറഞ്ഞ് ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തലേ ദിവസം ഇവിടത്തെ ലീഗുകാർ കേട്ടോളൂ. എന്താണ്? ഇവിടത്തെ 4-ാം വാർഡിലെ മെമ്പർ ഉണ്ട്. ആ മെമ്പർ UDF-ന്റെ. ആ മെമ്പറുടെ ഭർത്താവ് നമ്മുടെ മഞ്ചേശ്വരം യൂത്ത് ലീഗിന്റെ മണ്ഡലം ട്രഷററാണ് അല്ലേ? പ്രസിഡന്റ് ആണ്. ട്രഷറർ പണ്ടേ മഞ്ചേശ്വരം മണ്ഡലം ട്രഷറർ. ആ ട്രഷറർ വന്നിട്ട് പറയുന്നു ഇല്ലേ? ആ ട്രഷറർ വന്നിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്? ആ ട്രഷറർ വന്നിട്ട് പറയുന്നു, എന്റെ ഭാര്യയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആക്കണമെന്ന് നിങ്ങൾ ലീഗിന്റെ നേതൃത്വത്തോട് ആവശ്യപ്പെടണം അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഞങ്ങൾ എന്തിനാ ആവശ്യപ്പെടുന്നു? അപ്പോഴുണ്ട് യൂസഫ് ഉൾവാർ വന്നിട്ട് നമ്മുടെ ഒരു പ്രവർത്തകനെ സ്വാധീനിച്ചിട്ട് പറയുന്നു, എന്നെ 5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആക്കുമെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് സഹായിക്കൂ, അല്ലെങ്കിൽ UDF സഹായിക്കൂ എന്ന് നിങ്ങൾ ലീഗിന്റെ പഞ്ചായത്ത് നേതൃത്വത്തോട് പറയണം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പാർട്ടി മെമ്പറെ സ്വാധീനിക്കുന്നു. നാണമില്ലേ ലീഗ്? നിങ്ങൾ ഇമാതിരി കളി കളിച്ചിട്ടല്ലേ ആ സാധനം പോയത്?
ഇമാതിരി കളി കളിച്ചിട്ടാണ്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ദേശീയ മുസ്ലിമായ ഒരു ലീഗിന്റെ നേതാവുണ്ട്, അല്ലെ? വ്യാപാര വ്യവസായിലൊക്കെ ഉള്ള ആളാ. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല, കാരണം വ്യക്തിപരമായി പറയുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത, പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാം, അല്ലേ? ദേശീയ മുസ്ലിം ഉണ്ട്. ആ ദേശീയ മുസ്ലിം ഇവിടെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലീഗിന് റിബലായി മത്സരിച്ച ഒരു മെമ്പറുണ്ട്. ആ മെമ്പറിന്റെ അടുത്തേക്ക് BJP-ക്കാരെ കൂട്ടിപ്പോയത് ആരാ? നിങ്ങൾ പറഞ്ഞല്ലോ, BJP-ക്കാര് പണം ഓഫർ ചെയ്തു എന്ന് ഇവിടെ നിന്ന് ബഷീർ പള്ളിക്കോട്ട് പറഞ്ഞല്ലോ. ആരുടെ അടുത്തേക്ക് പോയതാരാ? നിങ്ങളെ ദേശീയ മുസ്ലിം ഓനെ നിങ്ങൾ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങളെ എല്ലാം കൊണ്ടുപോയി BJP-ന്റെ പാളയത്തിലാക്കുക. അമ്മാതിരി സാധനങ്ങളാണ് നിങ്ങളെ കൂടെ ഉള്ളത്. അതാണ് നിങ്ങൾ പരാജയപ്പെടാനുണ്ടായിട്ടുള്ള കാരണം. അതിൽ ആരൊക്കെയുണ്ട്? ഇവർ പരസ്പരം ഏറ്റുമുട്ടിയപ്പോ അവർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിന് ഞങ്ങളുടെ ഭരണിക്ക് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങളുടെ ഭരണിക്ക് കയറിയിട്ട് കാര്യമില്ല. ഞങ്ങൾ അവിടെ മത്സരിച്ച് ആനുപാതികമായി ഞങ്ങൾ വോട്ട് ലഭിച്ച് ഞങ്ങൾ വിജയിച്ചതാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങളെപ്പോലെ BJP-യോട് ഒരു കാലത്തും സന്ധി ചെയ്യാൻ ഈ ഭാസ്കര കുമ്പളയുടെയും മുരളിയുടെയും പ്രസ്ഥാനത്തിന് കഴിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് കഴിയണമെങ്കിൽ RSSന്റെ വർഗീയ പ്രത്യശാസ്ത്രത്തെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ആവശ്യമായ അതിദാന്തമായ ജാഗ്രതയോടുകൂടിയുള്ള പോരാട്ടം ഇന്ത്യക്കകത്ത് നടത്തുന്ന ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് കഴിയില്ല. ഭാസ്കര കുമ്പളയുടെയും മുരളിയുടെയും സ്മരണകളാണ് ഞങ്ങളെ നയിക്കുന്നത്. അത് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട, അല്ലേ? അത് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കണം. നിങ്ങളുടെ കളിയൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ മഞ്ജു പറഞ്ഞത്, മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് ഇനി സ്ഥാനമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം അപ്പോഴാ പിടി കിട്ടിയത്. എന്താ? മഞ്ജു അയാൾ കണ്ണൂർ ജയിലില്ല. അയാൾ എന്തിനാ കണ്ണൂർ ജയിലിൽ പോയത്? അവിടെ ജയിലിന്റെ വെൽഫെയർ കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് അവിടുത്തെ DGP-യെ വിളിച്ച് യോഗം നടത്താനല്ല ഈ പുണ്യാളൻ അവിടെ പോയത്. അവിടെ പോയത് ലീഗെ മറുപടി പറയണം. നിങ്ങളെന്തേ മൈക്കേട്ടാത്ത പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ തരാം. മൈക്കേട്ടി പറയണം മറുപടി. പാവപ്പെട്ട വിധവകളായ സ്ത്രീകൾ വിവാഹമോചനം നടന്നപ്പോഴും അതുപോലെ തന്നെ മകൻ മരിച്ചപ്പോഴുമെല്ലാം കിട്ടിയ പണം കൊണ്ടുപോയി നിങ്ങൾ ഹലാലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ച് ആ നിക്ഷേപം തട്ടിപ്പ് നടത്തി പാവങ്ങളെ പറ്റിച്ചപ്പോ നിങ്ങളുടെ ആളുകൾ കൊടുത്ത കേസല്ലേ? ആ കേസിൽപ്പെട്ട് നാണവും മാനവും വേണ്ടി എന്നിട്ട് ഇപ്പോ അതെന്തായാലും ഈ മണ്ഡലം കൈവിട്ടു പോകും എന്ന നില വന്നപ്പോ ഇപ്പോ ഒരു പ്ലേറ്റ് മാറ്റി ഇപ്പൊ CPM-നെ BJP-യായി കൂട്ടുകെട്ടാ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടാൻ കഴിയോ എന്നൊരു നോട്ടാണ്. എന്നിട്ട് പറയാണ് മണ്ഡലത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. മണ്ഡലത്തിൽ സ്ഥാനമില്ല എന്ന് തീരുമാനിക്കാൻ ഈ മഞ്ജുനാഥ് ആൾമാര്. ഞാൻ ചോദിക്കട്ടെ, അയാളെ വാർഡിൽ തന്നെ എട്ടാം വാർഡിൽ BJP-ക്ക് 118 വോട്ടാ കൂടിയത്, ഇല്ലേ? വോട്ട് കുറഞ്ഞു. 8-ാം വാർഡിന്റെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. 8-ാം വാർഡിൽ BJP-ക്ക് ഈ മഞ്ജുനാഥ് ആൾവയുടെ വാർഡായിരുന്നു. മഞ്ജുനാഥ് ആൾവ മത്സരിക്കും, അയാളെ കാലാവധി കഴിഞ്ഞ അയാളെ ഭാര്യ മത്സരിക്കും, അയാളെ ഭാര്യ കാലാവധി കഴിയുമ്പോൾ അയാൾ മത്സരിക്കും. പക്ഷെ ഇപ്രാവശ്യം കാലം കെട്ടുന്നത് SC ആയിപ്പോയി, അല്ലേ? SC ആയപ്പോ മഞ്ജുനാഥ് ആൾവനെ SC ആക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു അപ്പുറത്തെ കോളനി പോയിട്ട് ഒരു പാവം ചെക്കനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നോക്കുമ്പോ എന്താ സ്ഥിതി? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 8-ാം വാർഡിലെ വോട്ടിന്റെ സ്ഥിതി നിങ്ങൾ നോക്കണം. അത് ഞാൻ പറയാം. 8-ാം വാർഡിന്റെ വോട്ടിന്റെ സ്ഥിതി വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ BJP-ക്ക് വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. BJP-ക്ക് വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മഞ്ജുനാഥ് ആൾവ. നിങ്ങൾ ആദ്യം അത് നന്നാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഞങ്ങളെ പറയാൻ വരൂ എന്നാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ പറയുന്നല്ലോ, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളെല്ലാ കാലത്തും RSSന്റെ കൂടെയായിരുന്നു. മഞ്ജുനാഥ് ആൾവറും ബാലകൃഷ്ണ പെരിയൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഗീർവാണ പ്രസംഗം നടത്തുമ്പോ CPM-ന്റെ പ്രവർത്തകരൊക്കെ ആശയക്കുഴപ്പത്തിലായി എല്ലാരും നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ ഇത് കോൺഗ്രസ് ഒന്നുമല്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രവർത്തകരും ഒരാശയക്കുഴപ്പവും ഉണ്ടാകില്ല. ഒരാളും ഈ പാർട്ടിയെ തള്ളി പറയില്ല. കാരണം ഈ പാർട്ടി ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലേ? എന്നിട്ട് അദ്ദേഹം പറയാണ്, ബാബരി മസ്ജിദ് തകർത്തത് ആരാൾ പറയും? ബാബരി മസ്ജിദ് തകർത്തത് നിങ്ങൾ ചോദിക്കണം. BJP-യുടെ പങ്ക് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ചോദിക്കണം, ബാബരി മസ്ജിദ് തകർത്ത ആരാ? നരസിംഹറാവു പറഞ്ഞാൽ നരസിംഹറാവു പിക്കാസ് കൊണ്ടുപോയി തകർത്തല്ല കേട്ടോ. നരസിംഹറാവു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി.
ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ത്യക്കകത്ത് മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യക്കകത്ത് മതവൈരമുണ്ടാക്കി ബാബറി മസ്ജിദ് തകർക്കുന്നവരുകൊണ്ട് നേതൃത്വം കൊടുത്തത്. എന്താ പറഞ്ഞ മണിശങ്കരയ്യർ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി, എന്റെ മഞ്ജുനാഥ് ആൾ പറയാം, എന്റെ ബാലകൃഷ്ണൻ, നിങ്ങൾ അതൊന്നും വായിക്കണം. എന്താ അദ്ദേഹം പറഞ്ഞതറിയോ? കോൺഗ്രസ് നേതാവായി 2018 അദ്ദേഹം ഒരു പരിപാടിയിൽ പറയണം മണിശങ്കരയ്യർ. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കോൺഗ്രസ് നേതാവാണ്, തടയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരസിംഹറാവു ഒന്നും ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് എല്ലാ കാലത്തും BJP-യോടൊപ്പം ചേർന്നിട്ടുള്ളത്, RSS-നോടൊപ്പം ചേർന്നത്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ RSS-നോടൊപ്പം ചേർന്നിട്ടുള്ള നിങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്തിനാണ് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യമാണ്. അതുപോലെ തന്നെ യൂസഫ് ഉൾവാർ പറയുന്നു, യൂസഫ് ഉൾവാറാണ് ആദ്യം ഈ 10 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറിക്ക് കൊടുത്തു എന്ന് പറഞ്ഞത്, അല്ലേ? അത് നിങ്ങൾ വോയിസ് ഞാൻ വിചാരിച്ചപ്പോ ഈ 10 ലക്ഷത്തിന്റെ കണക്ക് എവിടെന്നാ ഈ പുള്ളിക്ക് കിട്ടിയത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കേ. പിന്നീട് അത് 25-30 ഒക്കെ ആയി. ഇപ്പൊ 30 നടക്കുന്നത് എന്നാണ് എനിക്കുള്ള വിവരം. എന്തോ ആവട്ടെ, അതിന്റെ ഒക്കെ വിശദാംശങ്ങൾ മുസ്തഫ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ എനിക്ക് അപ്പോഴാണ് ഈ സാധനം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ, ഈ 10 ലക്ഷം എവിടെ വന്നു. അപ്പോഴാ എനിക്ക് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, നീ ബേജാറാവണ്ട, അതിലൊരു കഥയുണ്ട്. എന്താണ് കഥ? നിങ്ങൾ മനസ്സിലായി? RSS-ന് ഒരു കള്ള ട്രസ്റ്റ് ഉണ്ടാക്കി ഇവിടെ എന്റെ നാട്ടിൽ. എന്നിട്ട് അവിടുത്തെ വിശ്വാസികളായ പാവപ്പെട്ട വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടെ പഞ്ചായത്തിന്റെ അധീനതയുള്ള സർക്കാർ ഭൂമി RSS-ന്റെ ട്രസ്റ്റിന് നിയമവിരുദ്ധമായി കൊടുത്തു. എന്നിട്ട് അവരതിന്റെ ചുറ്റുമതിൽ കെട്ടിയപ്പോ ഒരു സ്റ്റോപ്പ് മെമ്മോ, അല്ലെ, സ്റ്റോപ്പ് ആക്കേണ്ട ഒരു മെമ്മാര് കൊടുത്തു. ഇവിടുത്തെ യൂസഫ് ഉൾവാർ കൊടുത്തിട്ട് എന്നിട്ട് യൂസഫ് ഉൾവാർ ചെയ്ത പണി എന്ന് പറയുന്നത്, അത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്താൽ പിന്നെ സ്റ്റോപ്പ് ആക്കണമല്ലോ. യൂസഫ് ഉൾവാർ ഉണ്ടാക്കി ഇവന്റെ പണിയതാണല്ലോ. ഓൻ പോയി അപ്പുറത്തെ കടവെന്ന് 10 ലോഡ് മണലെടുത്തിട്ട് BJP നേതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ കെട്ടുന്നുണ്ടെങ്കിൽ മണൽ ഞാൻ തരാം, കൊണ്ടുപോയി അവിടെ ഇറക്കി, അല്ലേ? അപ്പൊ മണലിന്റെ പൈസയോന് കിട്ടി, 10 ലക്ഷം കൊടുത്തു എന്നാണ് അന്ന് ആ ഉൾവാറുള്ള ജനങ്ങൾ പറഞ്ഞു. ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് വസ്തുതാപരമായ കാര്യങ്ങളെ പറയാൻ കഴിയൂ. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോഴും അത് പറയുന്നില്ല. പക്ഷേ ആ ഉൾവാർ പ്രദേശത്ത് നിരവധി ചെറുപ്പക്കാർ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം വരാൻ കാരണമായത് അതുകൊണ്ടാണ്. അന്ന് ആ ചെറുപ്പക്കാർ പറഞ്ഞു, 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് യൂസഫ് ഉൾവാർ പരിശുദ്ധമായ ഉംറയ്ക്ക് പോയിട്ടുണ്ടോ, അല്ലേ? അപ്പൊ ഉംറയുമായി എന്താ ബന്ധം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഉംറയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ 10 ലക്ഷം വാങ്ങിയിട്ടേ പോയിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലീഗുകാർക്ക് ഒരു ഐഡിയ ഉണ്ടെന്താ, വിശ്വാസികളെ പറ്റിക്കാൻ അല്ലെങ്കിൽ വഞ്ചിക്കാൻ. ഇവിടെ റജീനയുടെ വിഷയം ഉണ്ടായപ്പോ കുഞ്ഞാലിക്കുട്ടി പോയത് എവിടേക്കാ? പക്കത്തേക്ക്. എന്തിനാ പോയത്? ഉംറക്ക്. പിന്നെ അജ്ജിന് എല്ലാ സമയത്തും പോകാൻ കഴിയില്ലല്ലോ. അജ്ജിന് ഇല്ലെങ്കിൽ അവർ അജ്ജിന് പോയേനെ. പക്ഷേ ഉംറക്ക് പോയി, അല്ലേ? ആ 10 ലക്ഷത്തിന്റെ കണക്ക് വാങ്ങിയിട്ടുണ്ടാകും. ആ കണക്ക് വെച്ചിട്ടാണ് ഈ വിദ്വാനികൾ പറഞ്ഞത്. പിന്നീട് മാറ്റി. അങ്ങനെ RSS-ന് അവിടെ കണ്ണായ സ്ഥലം, പാവപ്പെട്ടവർ കൊടുക്കേണ്ട പഞ്ചായത്തിന്റെ പ്രൊജക്ടുകൾ സ്ഥാപിക്കേണ്ട സ്ഥലം അമ്പലത്തിന് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, പള്ളിക്ക് കൊടുക്കുന്നതിന് CPI-ന് വിരോധമില്ല. അങ്ങനെ BJP നാളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. വളരെ അസംയുക്തമായി പറയുന്നു, ഏതെങ്കിലും മത ആരാധനാലയത്തിന് സർക്കാർ ഭൂമി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെതിരില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഒരു ട്രസ്റ്റിന് ഒരു പരിമിതിയുണ്ട്. ഇത്രയും സ്ഥലം വെക്കാൻ പാടുള്ളൂ, അത്രയും സ്ഥലം ആ കമ്മിറ്റിക്കുണ്ട്. പക്ഷേ നിയമവിരുദ്ധമായി അത് കൊടുത്തു. അങ്ങനെ വന്നപ്പോ പ്രശ്നമുണ്ടായി. അവിടെ പോയപ്പോ ആ യോഗത്തിൽ പങ്കെടുത്തത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള രഘുദേവ് മാഷായിരുന്നു. രഘുദേവ് മാഷോട് ചോദിച്ചു, എന്താ അഭിപ്രായം? രഘുദേവ് മാഷ് പറഞ്ഞു, അമ്പലത്തിൽ കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ നിയമപരമായി കൊടുക്കണം. നിയമപരമായി കൊടുക്കുമ്പോ അവർക്കിപ്പോ ഇപ്പോ ഉള്ള സ്ഥലം വെച്ച് അവർക്ക് ഇനി സ്ഥലം നിയമപരമായി കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ സ്ഥലം വേണമെങ്കിൽ അപ്പുറത്തെ സ്ഥലം അത് സർക്കാർ എടുത്തിട്ട് ഇപ്പുറത്തെ സ്ഥലം അവർക്ക് കൊടുത്തോളൂ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ വിശ്വാസത്തിന്റെ പേരിൽ അവിടെ വലിയ കുഴപ്പമുണ്ടാക്കിയവരാണ് ഈ BJP-യും ലീഗും. നിങ്ങൾ മനസ്സിലാക്കണം. അതിനേക്കാളും വലിയ നിങ്ങളുടെ കൂട്ടുകെട്ട് ഞാൻ പറയാം. എന്റെ മഞ്ജുനാഥ് ആൾ പറയേ, കുറെ ഉണ്ട് പറയാൻ. നിങ്ങളേതും യൂസഫ് ഉൾവാറിനും കുറെ ഉണ്ട് പറയാൻ എരിയുമൊഴി യോഗം നടത്തേണ്ടി വരും. നിങ്ങൾ ആദ്യം പറയാം, എന്നിട്ട് വീണ്ടും പറയാം. നിങ്ങളുമായുള്ള ബന്ധം സഖാവ് CH കുഞ്ഞമ്പു 2006 MLA ആയപ്പോ നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമില്ല. ഇപ്പൊ നാളെ പഞ്ചായത്തിന്റെ ബിൽഡിംഗിൽ ഒരു IHRD കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഉണ്ടോ?
സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോ, സഖാവ് സുബ്ബറാവു MLA ആയിരുന്നപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ മഞ്ചേശ്വരം ഗോവിന്ദ പൈ കോളേജ് കഴിച്ചാൽ ഒരു കോളേജ് ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും നാളിതുവരെ ഈ മണ്ഡലത്തിൽ വന്നിട്ടില്ല. പക്ഷെ CH വന്നപ്പോൾ IHR കോളേജ് വന്നു. അപ്പൊ അവിടുത്തെ ട്രസ്റ്റി ആയിരുന്ന വിശ്വനാഥ് ആൾവർ പറഞ്ഞു, അതെന്റെ നാട്ടിൽ സ്ഥാപിക്കണം, അതിനാവശ്യമായ സ്ഥലം ഞാൻ അവിടെ നിന്ന് തരാം എന്ന് പറഞ്ഞ് IHR എഴുതി കൊടുത്തു. അല്ലേ? എഴുതി കൊടുത്തപ്പോ യൂസഫ് ലുവാർ ചെയ്ത പണി എന്താണെന്നറിയോ? യൂസഫ് ലുവാർ പള്ളിയെ പിടിച്ച് പള്ളിയുടെ കമ്മിറ്റിയുടെ പേരിൽ ഒരു ലെറ്റർ പേഡ് ഉണ്ടാക്കിയിട്ട് പരാതി കൊടുത്തു, ഇത് ഇവിടെ വരാൻ പാടില്ല. അത് കൊടുത്തപ്പോ ഈ മഞ്ജുനാഥ് ആൾവർ ചെയ്ത പണി ഞാൻ പറയാം. അല്ലേ? മഞ്ജുനാഥ് ആൾവർ പണി ഇതെല്ലാം കുറെ കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ കുറിച്ചു വന്നത്. കാരണം ഇതൊക്കെ ഓർമ്മ കിട്ടൂലല്ലോ. ഈ മഞ്ജുനാഥ് ആൾവർ ചെയ്ത പണി നിങ്ങൾ മറന്നു പോകരുത്. അവിടെ ഒരു പൊതുയോഗം വെച്ചു. ആരാ വെച്ചത്? കോൺഗ്രസ് അല്ല, ലീഗല്ല, ഹിന്ദു ഐക്യവേദി. എന്നിട്ട് വിശ്വാസികളെ പറ്റിക്കാൻ എന്നിട്ട് അവിടെ യോഗം വെച്ചു. ആ യോഗത്തിൽ പങ്കെടുത്തത് ആരാന്നറിയോ? ടി സുരേഷ്. ഈ ടി സുരേഷൻ നിങ്ങൾക്കറിയാം, അദ്ദേഹം മാറാടുകാരനാണ്. മാറാട് പ്രദേശത്തെ ആളാണ് അദ്ദേഹം വലിയ നേതാവാണ്. അദ്ദേഹം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതോ, മാറാട് 1ാം കലാപക്കേസിൽ കുഞ്ഞിക്കോയെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ച ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ടി സുരേഷ് അവിടെ വന്ന് പ്രസംഗിക്കുമ്പോ ഉജ്ജ്വലമായ പ്രസംഗമാണ്. എന്താ പറയുന്നത്? ഇവിടെ മുസ്ലിം ചെറുപ്പക്കാർ വരും, ഇവിടെ മുസ്ലിം സ്ത്രീകൾ വരും, വന്നിട്ട് ഇവിടെ പഠിക്കുമ്പോ ഇവിടെ എല്ലാം അശുദ്ധമാകും. കൈയടിക്കുന്നത് ആരാമറിയോ പറയുന്ന? മഞ്ജുനാഥ് ആൾവ. അപ്പൊ ബന്ധമൊന്നുമില്ല, അപ്പോ ഒരു ബന്ധമില്ല. മഞ്ജുനാഥ് ആൾവ പറയുന്ന കൈയടിക്കുകയാണ്. ഈ ടി സുരേഷിന്റെ പ്രസംഗത്തിന് നിങ്ങൾ അവിടുത്തെ ജനങ്ങളോട് ചോദിക്കുക, എന്റെ വീടിന്റെ തൊട്ടിപ്പുറത്താ. അവരാ പറയുന്നത് ഞങ്ങളുമായിട്ട് ബന്ധം. ഞങ്ങളെല്ലാം പറയും, ഞങ്ങൾ ഇങ്ങനെ തോണ്ടാൻ തുടങ്ങിയ നിങ്ങൾ നാറും. പിന്നെ നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ ഏടി മത്സരിക്കാൻ കഴിയില്ല. ഈ മഞ്ജുനാഥ് ആൾവർ അയാള് അവിടെ വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മഞ്ജുനാഥ് ആൾവർ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ രാഹുൽ BJP പോലും കോൺഗ്രസുമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് മഞ്ജുനാഥ് ആൾവർ നല്ല കോൺഗ്രസ്സുകാരില്ല. എങ്ങനെയാ? ചില കോൺഗ്രസ്സുകാരുണ്ടാവും, നല്ല പഴയ കോൺഗ്രസ്സുകാർ, അവരെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അതേപോലെ ഒരു സാധനമുണ്ട് ബദിയെടുക്കൽ കൃഷ്ണഭട്ട്. ഇല്ലേ? അയാള് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെയാണ്. അവിടെ ഒരു സമാജം വെച്ചു. എന്താണ് സമാജം? ആ സമാജം എന്ന് പറയുന്നത് അവിടെ ഒരു ഹിന്ദു ഐക്യവേദിന്റെ VHPയുടെ ഒരു പരിപാടി വെച്ചു. VHPയുടെ ഹിന്ദു എന്നൊന്നും പറഞ്ഞുകൂടാ, അവർ ഹിന്ദുക്കളൊന്നുമല്ല. കാരണം യഥാർത്ഥ ഹിന്ദുവിന് നാണക്കേടാണ് ഈ VHPയും RSSും ഒക്കെ. അല്ലേ? ഹിന്ദുക്കളുടെ പരിപാടി ഒന്നും പറഞ്ഞുകൂടാ. അവിടെ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് VHP ഒരു പരിപാടി വെച്ചപ്പോ അവിടെ വന്നതാരാന്നറിയോ? സ്വാതി സരസ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. സ്വാതി സരസ്വതി വരുമ്പോ അധ്യക്ഷനാരാ? അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന മതിയടിക്ക പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കൃഷ്ണഭട്ട് ആ പരിപാടിയുടെ അധ്യക്ഷനാണ്. എന്താണ് സ്വാതി സരസ്വതി അവിടെ പ്രസംഗിച്ചതെന്നറിയോ? ബീഫ് കടിക്കുന്നവന്റെ തലയെടുക്കാനുള്ള വാള് കയ്യിൽ കരുതിക്കൊള്ളണം, ബീഫ് കടിക്കുന്നവരെ കണ്ടാൽ തലയെടുക്കണമെന്ന് പറഞ്ഞപ്പോ കരഘോഷത്തോടെ കൈയടിക്കുകയാണ് കൃഷ്ണഭട്ട്. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് CPM കുറിച്ച് പറയുന്നത്.